ഹായ് ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു പ്രോയിസം ഗെയിമിംഗ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഗ്രാനി 3 റിവാമ്പ് ഒന്നുമല്ല, ഗ്രാനി 3 അത്ര തന്നെ. ആ ചൊടക്ക ഗെയിമിൽ അല്ല, ആ ഗെയിമിൽ നമ്മൾ ഇന്ന് ട്രെയിൻ എസ്കേപ്പ് ചെയ്യുമ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഗ്രാനി 3 കളിക്കും. അപ്പോൾ ഞാൻ അടുത്ത ഗെയിമാണ്, അതുകൊണ്ട് ഞങ്ങളോട് ഒരു വട്ടം പറഞ്ഞാണല്ലോ ഒരു വീഡിയോ ഇട്ടേക്കണ് ഇനി ഗ്രാനി 3 കളിക്കില്ലായിരുന്നു. പക്ഷെ നമ്മളെല്ലാ ഗ്രാനി ഇങ്ങനെ ഫിനിഷ് ചെയ്ത് ഒരു ഗ്രാനി മാത്രം ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് മെയിനായിട്ട് ഇതിൽ പിടിക്കാത്ത ഇവന് തീരെ ഓടാനും കഴിയില്ല. പിന്നെ ഒരു ചെറിയൊരു സ്ഥലം ആ വീട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാനും സ്ഥലമില്ല, മറച്ചും വിളിച്ചു. പിന്നെ എന്ത് കാട്ടല്ലേ നമ്മള് ഇല്ല പറയാല്ലേ. ഗ്രാനി ഞാൻ മൊത്തം കളിച്ചതിൽ എനിക്ക് ഏറ്റവും മോശം ഗെയിമായി തോന്നിയത് ഗ്രാനി 3 തന്നെയാണ്. ഏറ്റവും മോശം ഗെയിം എനിക്കായി തോന്നിയ ഗ്രാനിയിൽ തന്നെ ഗ്രാനി 3 ആണ് ഏറ്റവും മോശം ഗെയിം തോന്നിയത്. ആ ബാക്കി എല്ലാ ഗ്രാനിയും ഞാൻ പറയാലോ നല്ല അടിപൊളി ഗെയിമാണ്. ഗ്രാനി 3 മാത്രം നിറച്ചും ഗ്ലിച്ചു. ഞാൻ ഇത് കണ്ടു ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ആ തല അവിടെ തട്ടുമല്ലോ, എന്നിട്ട് അങ്ങനെ സ്റ്റെക്കാവും. അവൻ കാണാൻ വരും ബാക്കിൽ നിന്ന് വരും. ഗ്രാൻഡ് പാണ ലോഡ് ചെയ്ത് നമ്മൾ അനങ്ങുമ്പോഴേക്കോ അപ്പോഴേക്കും കണ്ടെടുത്ത് കൂടിയൊക്കെ ചെയ്യും. സ്ലിംഗ് ഷോട്ടാണ്, ഒരു എയിമും ഇല്ല. ഇതും മറ്റേ ജോയിസ്റ്റിക് ഉണ്ടല്ലോ, ജോയിസ്റ്റിക്ക് തീരെ വളയൂല്ല, ഒന്നും ആവില്ല, തീരെ സ്പീഡും ഉണ്ടാവില്ല. എന്നിട്ട് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രാനി 4 ഗ്രാനി 4 ദ റിബല്യൺ. അതിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്താ വെച്ചാൽ നൊസ്ത്രപ്പുള്ളല്ലേ, ആ പുള്ളനെ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ബാക്കിയൊക്കെ ഓക്കെ. നമ്മളെ ഗ്രാനി മോഡ് പാക്ക് ബൈ ലബാക്ക് വലിയല്ലോ. ഇത് പണിയാണ് കഴിച്ച്, ഞാൻ ഡയറക്റ്റ് കയറി വന്നതാണ്. ഇവിടെ ഗ്രാനി ഉണ്ടാവാൻ 100-ന് 110. അതാരാ ഇവിടെ നിക്കണ വമ്പൻ? അയാള് പോട്ടൊക്കെ. എനിക്കത് വെപ്പണിക്ക് മിക്കവാറും അടുക്കളയിലാവാനാ ചാൻസ്, അധികം അടുക്കളയിൽ തന്നെ ഉണ്ടാവല്. പിന്നെ അടുക്കളയിലേക്ക് വരുന്ന അവിടെ ഉള്ള ഷെൽഫ് അയാള് തിരിച്ചു പോകുന്നുണ്ട്. ഗ്രാനി വിടാ ജസ്റ്റ് മിസ്. ഇവിടെ പോയിട്ടേ ആ വെപ്പണിക്ക് ഉണ്ടോ, സേഫ്റ്റി അല്ലടോ വെപ്പണിക്കാ. മാച്ചസ് ഒന്നും ഇല്ലല്ലോ. വട്ടത്തിലായിക്കണ്. ഈ വെപ്പണിക്ക് വിടാണ്ടാ. താഴെയാണോ? ഞാൻ അവിടെയാണോ ചാൻസ്? താഴെ പോയാലോ? ഗ്രാനി കണ്ട സീൻ ചെയ്യ അപ്പാപ്പനെ വീട്ടിൽ വെക്കുക. വട്ടം വട്ടം നാരങ്ങ ചുറ്റി കണ്ടാട്ടെ അപ്പാപ്പനെ അല്ല അമ്മാമ്മേനെ പറ്റിച്ച്. ഓ യൂട്ടി ഔട്ട്. കാറിന്റെ ഡിക്കി വെക്കുന്നൊക്കെ എന്തെങ്കിലൊക്കെ കിട്ടിയാലോ. ഒന്നുമില്ല. ഓക്കെ, സദാമാനായിക്കണ്. അയാളെവിടാ? ഞാൻ എന്തായാലും അടി പോട്ടെ, അടിയില ഇല്ല വിചാരിക്കുക അയാള്.
അയാൾ മേലാവാനാ ഒന്നുമില്ലല്ലോ. ഇതാ പെട്ലോക്കിന്റെ സ്ഥലം. നമുക്ക് എന്തായാലും ഇവിടെ അയാളില്ല. എടാ റോബോട്ട് വിചാരിച്ച നമുക്ക് തന്നെ റോബോട്ടാകുമ്പോ സൗണ്ട് ഉണ്ടായി തരും. സൗണ്ട് ഉണ്ടാക്കില്ല. സൗണ്ട് ഉണ്ടാക്കില്ല. ആരെങ്കിലും ഒരാൾ എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരും, എനിക്ക് ഉറപ്പാണ്. ഈ ഗ്രാനീനല്ല ഗ്രാൻഡ് പാനാ തട്ടണം. ഇന്ന് ഗ്രാൻഡ് പാനെ ഗണ്ണെടുക്കണോ? ഗ്രാൻഡ് പാൻ്റെ ഗണ്ണെനിക്ക് വേണ്ടി. എനിക്ക് വെപ്പണിക്ക് സ്ലിംഗ് ഷോട്ട് ആയിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ വിചാരിച്ചു കളില്ലാത്തൊരു ഭൂതങ്ങളാൽ വാഴുന്നീത. വേമ്പ വേമ്പ ഗ്രാനി പോണ്ട്. പക്ഷെ റോബോട്ട് സൈറൺ അടിച്ചില്ല. ഗ്രാനിപ്പോ തിരിച്ചെത്തി. ഞാൻ പോട്ടെ. ഗ്രാനിപ്പോ കേൾക്കാൻ സാധ്യത കുറവാണ്. കാരണം റോബോട്ട് ശബ്ദം ഉണ്ടാക്കിയില്ല. ഗ്രാനി കേട്ടത് എനിക്ക് തോന്നുന്നത് അവിടെ ഉള്ള മറ്റേതുണ്ടല്ലോ, എന്താ പറയാ, ഞാൻ ആ വെപ്പണിക്ക് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ഫോട്ടോ ഫ്രെയിം തട്ടി നിലത്തിട്ട് പോയി. ആ സൗണ്ടാണ് എനിക്ക് ഗ്രാനി കേൾക്കാൻ ചാൻസ്. പാപ്പം ഇവിടെ ഇല്ല. എനിക്ക് ഒറ്റ ഒരാളെ തട്ടായേ ഉള്ളൂ. അത് അപ്പാപ്പനാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കിളവന്റെ കണ്ണെടുക്ക്. തള്ളോടെ തള്ള. എല്ലാ പണി ഇപ്പം അങ്ങോട്ട് തീർത്തക്കതാണ്. ഷോർട്ട് ഗണ്ണിട്ട് വിട്ടിക്കുമ്പോൾ ലാഗ് അടിക്കുന്നു. എടാ ഇതിന് മറ്റേ സ്ലിംഗ് ഷോട്ട് തന്നെ വേണോ? ഇതൊരു ബുള്ളറ്റ് വെസ്റ്റായി വെറുതെ. എന്തായാലും എല്ലാ സാധനങ്ങളും പോയി തപ്പട്ടെ. ബുള്ളറ്റ് കാറിനുള്ളിലുണ്ട്. ഇനിയിപ്പോൾ എന്തോ നമ്മൾ സേഫ്റ്റി ഉണ്ടായിരുന്നു. സേഫ്റ്റി എടുത്തിട്ട് അത് തുറന്നു നോക്കണം. എനിക്ക് ആ കാക്കാനെ കൊല്ലണം. അപ്പം അവനെടുക്കൂലെന്ന് വിചാരിക്കാം. സേഫ്റ്റി ഇവിടെ ഇല്ലേ? സേഫ്റ്റി എടുത്തിട്ട് തുറന്നു നോക്കാം. അവരിപ്പോൾ വരൂലെന്ന് വിചാരിക്കുന്നു. തുറക്കാനുള്ള ടൈമെങ്കിൽ താടേ. തുറന്നതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ടൈം. ട്രെയിൻ എസ്കേപ്പിനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ വലിയ ഉപകാരമായിന്. ഈ ഡി വൂപ്പർ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് നല്ല ആൾക്കാരാണ്. എനിക്ക് ഇവിടുന്ന് ട്രെയിനിന് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടും. നല്ല കിട്ടിയ നല്ല ആൾക്കാർ പോകാൻ പറയും. ഞാൻ എന്ത് ധൈര്യത്തിൽ അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഗണ്ണുമില്ല, ഒന്നുമില്ല. ഇവിടെ ഒന്നും ഇല്ലടാ. ഇനി ഇവിടെ ഞാൻ പോകണ്ടേ? കാക്കാനെ വന്നിട്ട് ഷെഡിക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരുമോ? എനിക്ക് കാക്കാനെ വീട്ടിൽ ഷെഡിക്ക് ചെയ്യാന്നല്ല പറഞ്ഞത്. രക്ഷപ്പെട്ടു. ഞാൻ കാക്കാനെ കൊല്ലട്ടെ. അപ്പൊ ഇവർക്ക് രണ്ടാക്കും ഹാർട്ട് ബീറ്റ് വരുമല്ലോ. അല്ല ഹാർട്ട് ബീറ്റ് അങ്ങനെ തോന്നുന്നു. അപ്പാപ്പനതാ അയാളവിടാണ് എന്തായാലും വന്നത്. രണ്ടാളി തീർത്തിട്ട് കാക്കനെ തീർക്കണോ? അതോ കാക്ക അല്ലെങ്കിലേ ലാഗ് അടിക്കും. ഇതിന്റെ സ്റ്റാബിന്റെ ഉണ്ടല്ലോ, സ്പീക്കറിന് എന്തോ ഒരു സീനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ല ബസ് സിമുലേറ്ററിലും മറ്റേ ബസ് സിമുലേറ്റർ ഇന്ത്യ ഉണ്ടല്ലോ, അതിലും ഹോൺ അടിച്ചപ്പോഴൊക്കെ ഇങ്ങനെ ലാഗ് അടിക്കുന്നത്. സ്പീക്കർ എന്തോ ആയിരിക്കും. അല്ല അത്യാവശ്യം ഒരു കൂടുതൽ സൗണ്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. 2 ബുള്ളറ്റ് ഉണ്ടല്ലോ അല്ലേ രണ്ടെണ്ണത്തിന് തീർക്കാൻ.
ഗ്രാനി വാ. ഗ്രാനീനാണ് ഫസ്റ്റ് ഇങ്ങി പൂശേണ്ടത്. നേരത്തെ ഗ്രാൻഡ്പല്ലിന്. അപ്പോൾ ഈ അവസരം ഗ്രാനിക്ക് എടുക്കുക. പാവല്ല. ഗ്രാനി വരുന്നുണ്ട്. ഓക്കെ. പട്ടസ ഷോട്ട് അടിക്കണം. മൂക്കരിട്ട് പൊളിച്ചിടും. മറ്റവിടെ താഴത്തേക്ക് കൊണ്ടുപോയി. എന്തായാവോ പിടിച്ച് എയിം ചെയ്ത് പോവാ. എപ്പോഴാ ഷൂട്ട് ചെയ്യണ്ട അറിയില്ല. അപ്പം വേണ്ട. ഞാനൊരു ബുള്ളറ്റ്, ഒറ്റ ബുള്ളറ്റ് നിറച്ചിട്ട് നേരെ കാക്കനെ പോയി വിട്ടേക്കാം. പിന്നെ പാപ്പനല്ലേ ഉള്ളൂ. ടൈമാണ് ഇങ്ങനെ പോവുക. അവരെ വെയിറ്റ് ചെയ്ത് നിന്നാൽ. അയാളിങ്ങോട്ട് വരുമോ ചോദിച്ചു വാങ്ങാണ് കുഴപ്പമില്ല. ചോദിച്ചാൽ പിന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും തിരിച്ചു പോയിട്ടുണ്ട്. കാക്കനെ കൊല്ലട്ടെ വേണം. എന്നിട്ട് ഷെഡിക്ക് എടുക്കുക. ഷെഡിക്ക് എടുത്ത് താഴത്തേക്ക് പോവുക. ഞാൻ പിന്നെ എന്താ ഷെഡിക്ക് അറിയണത്. അയ്യോ അവിടെ ഷെഡിക്കാൻ എനിക്കെന്താ ഉറപ്പ്. തേങ്ങ എടുക്കണമല്ലോ അല്ലേ. ഇല്ല, ഓരോന്നോരോന്നായി ചെയ്യാം. ഫസ്റ്റ് ഈ ഗണ്ണെടുത്ത് വിടണ്ട. പിന്നെ തേങ്ങ എടുക്കാം. കൊട്ടത്തേങ്ങ. ഇനി എന്നിട്ട് കൊട്ടത്തേങ്ങ എടുത്ത് ഇവിടേക്ക് ഇടുക. മുതലക്കുളത്തേക്കല്ലിട്ട് ഇവിടെ. അവിടെ നിൽക്കായിരിക്കും. അവിടെ ഉരുണ്ട് പോണു. സ്റ്റോപ്പ് റൈറ്റ്. എടാ 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 ഇത് ഉരുണ്ടെങ്ങട്ടാ. തേങ്ങന്റെ കാര്യത്തിൽ തീരുമാനമായി. അതിനിപ്പോ എന്ത് ചെയ്യും വല്ലയാ. തേങ്ങ പോയല്ല വല്ലയാ. എന്തരാ ഗ്ലിച്ച് കണ്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു ഗ്ലിച്ച്. അത് ഇതിൻ്റെ ഉള്ളിൽ പോയാൽ എന്താ കാട്ടുക നമ്മള്. ഇവിടെ ഇല്ലല്ലോ. ഇനി ഒഴുകി പോകുന്നുണ്ടോ കേട്ടോ. വേറെ പടേ ഇതിങ്ങനെ സ്പോണായി കൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയാൽ അതിനോട് സീനില്ല. പക്ഷെ അത് അവിടെ എത്തിയില്ല. ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തല്ലേ. കാക്കാനെ കൊണ്ട് അതിൻ്റെ കൂട്ടിണ്ട. ഇതിങ്ങനെ ലാഗ്. ഈ ഗണ്ണെടുക്കുമ്പോഴാണ് കേസ് മെയിനായിട്ട്. ഇവിടെ ട്രെയിൻ കീ ആയിരിക്കും. എടാ ഇന്റെ എന്താ ചവക്കണത്. ഓ കാക്കാനെ വന്നവർക്ക് ഇത് എടുക്കൂല. അടിയിട്ട് ട്രെയിൻ കീ എടുക്ക്. അല്ലാ ഗണ്ണ് വട്ടത്തിലാക്കി. ഗണ്ണ് പോലെ. ഓ ട്രെയിൻ കീ അങ്ങോട്ടിടാം. എടാ ഇവിടെ നിന്നല്ലേ ഞാൻ നേരത്തെ ചാടിച്ചത്തത്. ഇവിടെ എന്തോ ഒരു ടെക്നിക്ക ഉണ്ട്. ടെക്നിക്ക. ഇങ്ങനെ തന്നെ ഇതിലെ ഇങ്ങനെ നടന്നു പോവുക. ഇവിടെ ഇവിടെ നിന്ന് മെല്ലനെ ചാടാം. അപ്പൊ കഴിച്ചിലാവും. അപ്പൊ കഴിച്ചിലായി കഴിഞ്ഞാൽ പിന്നെയും മെല്ലെ 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 മൂവായി കഴിഞ്ഞാൽ ഇവിടെ പുല്ലുണ്ടാവും. ആ പുല്ലിനെ അങ്ങനെ കയറും. എന്നിട്ട് ഓടും. എടാ ഈ തേങ്ങ വീണ് വീണ് കളിക്കണല്ലോ. തേങ്ങ എടുക്ക്. തേങ്ങൻ്റെ ഉള്ളിൽ മുതല കയറിയിരിക്കൂലായിരിക്കും. ആരും ഇല്ലല്ലേ. ആരും ഇല്ലല്ലേ. കിളവനെ കൊണ്ട് ഇപ്പൊ വല്ലാത്തൊരു സ്ക്രീൻഷോട്ട് ഇടാനാവോ. ഞാളി മെല്ലെ അരിച്ചു തരും. ഫ്ലാഗ് ഉണ്ടോ അവിടെ. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാനിയും സൗണ്ട് കേട്ട് വരും. രണ്ടെണ്ണത്തിന് കഴിഞ്ഞിട്ടൊന്ന് പൂശിയിട്ട് കട്ട് ചെയ്യുക. അതായിരിക്കും നല്ലത്. ഞാൻ ഗണ്ണിൽ എന്തായാലും ഉണ്ടല്ല. സ്ലിംഗ് ഷോട്ട് എടുക്കാം. അല്ലമ്പ് കളിക്കല്ലേ സ്ലണ്ടറീന. കഴിച്ചില്ല. അയ്യമേയും കണ്ടില്ലേ. ഗ്രാണി ഗ്രാണി ഗ്രാണി
ഗായ്സ് നമ്മളെ കംബാക്ക് ഉണ്ട്, ബിഗ് കംബാക്ക്. ഞാൻ എന്തായാലും ആ തേങ്ങ വിളിച്ചോട്ടെ. ഒരു ചെറിയൊരിതാണ് ഇത്രയൊന്നായിട്ടൊരിത്. എന്ത് ചെയ്യും? പ്ലാങ്ക് എടുത്ത് അവിടെ പോയേക്കണം. ട്രെയിനിക്കാ കിട്ടിയ ആക്സിലേറ്ററും ലിവറൊന്നും കിട്ടിയിട്ടില്ല. പ്ലാങ്ക് എടുത്ത് പോയോ? ആക്സിലേറ്ററും ലിവറൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവും? ഇതൊന്നുമില്ല, ഉണ്ടാവും ഇല്ല. എടാ ഇതറാ ലിവർ കിട്ടി, ഞാൻ ആക്സിലേറ്ററും പണി മതി. എടിയാ എന്താ അടങ്ങ രണ്ടറിയന? ആരാ 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 കണ്ട്? എടി ഈ തള്ള ഇവിടെ ഉണ്ട്. ജസ്റ്റ് മിസ്സാ. പ്ലാങ്ക് കഴിയുമ്പോഴുള്ളതിനുണ്ട്. വാവ്, കളി എസ്കേപ്പായി. ഇതൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കണം. തള്ള പോണില്ലല്ലോ. ഇതൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി വെക്കണ്ടേ? വേഗം വേഗം, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. എല്ലാ സാധനവും കിട്ടിയില്ല നമുക്ക്, ഈ വെക്ക കിട്ടി. ഫസ്റ്റ് ആ റോബോട്ടിനെ നമ്മളെ വശത്താക്കണം, പിന്നെ ആക്സിലേറ്റർ അവിടെ കൊണ്ടേക്കാം, ട്രെയിൻ കീ അവിടെ കൊണ്ടേക്കാം, സ്വിച്ച് അവിടെ കൊണ്ടേക്കാം. അത്രേ ഉള്ളൂ. തള്ള പോയല്ലോ. എനിക്ക് അടി പോയിട്ട് ഗണ്ണെടുത്ത് രണ്ടാമത്തിന് ഒന്നുപാടി ഉറക്കണം. അതിപ്പോൾ സമാധാനത്തിൽ എല്ലാ പണി ചെയ്യാൻ. പിന്നെയും കണ്ടടാ. ഇവിടുന്നാണ് ചാടാനും കഴിയില്ല. എന്റെ ഗണ്ണെവിടാണ്? ഗണ്ണ ഷെഡിന്റെ ബാക്കിലാ. ഗണ്ണെടുത്ത് പൂശട്ടറുണ്ട്. അതിന് റീലോഡാന്ന് എൻ്റെ ഒരു ഓർമ്മ വെച്ചാൽ. ഗണ്ണ് റീലോഡാണെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. ആ ലോകം മുഴുവൻ കറങ്ങിയിട്ടാണോ നീക്കുന്നത്? ഓട് ഓട് ഓട്, ഒന്നും നോക്കാല്ലേ. രണ്ടെണ്ണത്തിന് പൂശാൻ ഒരു സാധനങ്ങൾ അവർക്ക് ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ അടുത്തല്ല സ്ഥലം. ഗണ്ണെടുക്ക്. ഇതിവിടെ ഡ്രോപ്പ് ചെയ്യാം. അപ്പം ഗ്രാനി എന്തായാലും ഇങ്ങോട്ട് വന്നോളൂ. ഞാനപ്പോഴേക്കും പോയി ഗണ്ണെടുക്കട്ടെ. ഗണ്ണ് ഇവിടെ ഇല്ല വെച്ചിനെ പോയാ. എടാ ഗണ്ണ് കാണില്ല. ഗണ്ണടിച്ചുണ്ടേടാ കിളവൻ. കിളവൻ്റെ ഗണ്ണ് കിട്ടിന്ന് തോന്നുന്നു. സീനില്ല, പൂഷ സ്ലിം ഷോട്ട് ഉണ്ടല്ലോ. ആദ്യം ആ കിളവിനെ പൂശി കേട്ടോ. കിളവൻ എപ്പോഴാ ഗണ്ണെടുത്ത്? അറിയണ്ട്. ലാഗ അലമ്പ് കളിക്കല്ലേ ലാഗ. ആ കിളവന്റെ ഗണ്ണുണ്ട്. ഇരി വെക്ക് ഒന്നും പടി വെക്ക്. ഇരി മുട്ടത്തറക്ക് ഇട്ട് കൊടുക്ക്. അത്തോളാ കിളവൻ ആരെന്ന് വിചാരോ? ആ ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. കട്ടനാണ്, പാൽച്ചായയാണ്. വേഗം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഒന്നും അറിയാലോ, ഫ്യൂരിയസ്. കളി ജയിക്കാനായി. അപ്പൊ ചിക്കും, എന്തായാലും ചിക്കും ഞാൻ. ഇത്തവണ ഗ്രാനി ഇത്രയും എനിക്കൊരു പുല്ലാടാ. അല്ല പിന്നെ എന്നോടാണ് സ്റ്റെപ്പ് മേലിട്ട് ഗ്ലിച്ചാ പോയാന്ന് ഞാൻ ജയിച്ചു കളി. ഞാൻ എന്താ ആക്സിലേറ്റർ എടുത്തോ? സ്വിച്ച് എടുക്കണം അവിടുന്ന്. സ്വിച്ച് പിന്നെ അവിടെ തൊട്ടാ മേലെ തന്നെ.
ഈ കോയിനും പാടി എടുക്കണ്ടേ? ആ ഒരു പാവല്ല, അതിനെ കൊല്ലണം, നമുക്ക് കോയിൻ എടുക്കാം. ആ സ്ലണ്ടു കോയിനും എടുക്കാം. ഇതാ സ്വിച്ച് അങ്ങോട്ട് ഇടാം. അത്രേ ഉള്ളു കളി. കോയിൻ എടുക്ക്, കോയിൻ.